Hello everyone. എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് സാമുദ്ദീൻ. എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് നീറ്റ് 2020 അവിടെ കയറി അതിനകത്ത് റാങ്ക് 3075 ആയിരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തെർമോഡൈനാമിക്സ് ചാപ്റ്റർ തുടങ്ങി. നമുക്ക് അതിന്റെ ബാക്കി നോക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൽപി എന്ന സ്റ്റേറ്റ് ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഡെൽറ്റ എച്ച് എക്സോതെർമിക് റിയാക്ഷന് നെഗറ്റീവ് ആണ്, എൻഡോതെർമിക് റിയാക്ഷന് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞത് കോൺസ്റ്റന്റ് വോളിയത്തിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. വർക്ക് ഡൺ 0 ആണ്. നമുക്കറിയാം ഡെൽറ്റ യു ഈക്വൽ ടു യു പ്ലസ് ഡബ്ല്യു ആണ്. അപ്പോൾ ഡബ്ല്യു 0 ആകുമ്പോൾ ഡെൽറ്റ യു അവിടെ യു ആവും. അല്ലെങ്കിൽ ഈ കേസിൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ഈക്വൽ ആവും. നമ്മൾ ഡെൽറ്റ എച്ച് പറഞ്ഞപ്പോഴാണ് കോൺസ്റ്റന്റ് പ്രഷറിലുള്ള കേസിലാണ് നമ്മൾ ഡെൽറ്റ എച്ച് ക്യൂവിന് ഈക്വൽ ആവുന്നത് പറഞ്ഞത്. ഓക്കെ, അടുത്ത് പറയാനുള്ളത് ഡെൽറ്റ എച്ച് ഡെൽറ്റ യു. ഡിഫറൻസ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു is not usually significant for systems consisting of only solids or liquids. അപ്പം സോളിഡ്സ് ലിക്വിഡ്സ് വരുന്ന കേസുകളിൽ നമുക്കറിയാം അവിടെ വോളിയത്തിന് വലുതായിട്ട് ചേഞ്ച് വരുന്നില്ല. നമ്മുടെ റിയാക്ഷൻസ് ഓരോ പ്രോസസ് നടക്കുമ്പോൾ അവിടെ വോളിയത്തിന് വലുതായിട്ട് ചേഞ്ച് വരത്തില്ല. അപ്പൊ സോളിഡ് ലിക്വിഡ് വരുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി വർക്ക് ഡൺ 0 ആയിട്ടാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ആ കേസിൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് ഡെൽറ്റ എച്ചിന് ഈക്വൽ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ഡു നോട്ട് സഫർ എനി സിഗ്നിഫിക്കന്റ് വോളിയം ചേഞ്ച്. അതുകൊണ്ടാണ് നമ്മൾ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു എടുക്കുന്നത്. സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സിന് സിഗ്നിഫിക്കന്റ് വോളിയം ചേഞ്ച് ഉണ്ടാകുന്നില്ല ഹീറ്റിംഗിൽ സമയത്ത്. The difference, however, becomes significant when gases are involved. അപ്പം ഗ്യാസ് നമ്മൾ എടുത്ത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് വോളിയം ചേഞ്ച് സിഗ്നിഫിക്കന്റ് ആണ്. ടെമ്പറേച്ചർ അനുസരിച്ച് ഗ്യാസസിന്റെ വോളിയം റാപ്പിഡ് ആയിട്ട് മാറും. VA is the total volume of gaseous reactants and VB is the total volume of the gaseous products. N is the number of moles of gaseous reactants, NB is the number of moles of gaseous products. All in constant pressure and temperature. അപ്പൊ എന്താണ്, നമുക്ക് റിയാക്ഷൻ നടക്കുന്നു A to B. Okay. ഇവിടെ റിയാക്ടന്റ് ആയിട്ടുള്ള ഗ്യാസിന്റെ വോളിയം VA, പ്രൊഡക്റ്റ് ഉണ്ടായ ഗ്യാസിന്റെ വോളിയം VB, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് റിയാക്ടന്റ് എന്ന് പറയുന്നത് NA, നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്ട്സ് ഓഫ് ഗ്യാസ് NaRT ആണ്. റിയാക്ടന്റ് കേസിൽ PVB ഈക്വൽ ടു NbRT ആണ്. ഓക്കെ, ഇതെല്ലാം റിയാക്ഷൻ നടക്കുന്ന കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലാണ്. അപ്പൊ നമുക്കിവിടെ PVB മൈനസ് PV എന്ത് വരും? NB മൈനസ് NbRT മൈനസ് NaRT എന്ന് വരും. നമ്മള് 2 - 1 ചെയ്താൽ 2 - 1 ചെയ്യാൻ നമ്മൾ എന്തിനാണ് ഒരു ഡെൽറ്റ വി കിട്ടണം. VB മൈനസ് VA കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ 2 - 1 എടുത്തത്. അപ്പം P ഇൻറ്റു VB മൈനസ് V എന്താവും? NB മൈനസ് NA ഇൻറ്റു RT വരും. അല്ലെങ്കിൽ കൂടെ ഈ ഡെൽറ്റ വി എന്ന് പറയുന്നത് ഡെൽറ്റ N RT. ഡെൽറ്റ എൻ സൈഡിൽ നമ്മൾ ഗ്യാസ് ഈ G ഇങ്ങോട്ട് ഇടുന്നത്. കാരണം ഗ്യാസിന്റെ കേസിൽ മാത്രമാണ് നമുക്ക് വർക്ക് ഡൺ ഡെൽറ്റ N RT എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഗ്യാസിന്റെ കേസിൽ നമുക്ക് W ഈക്വൽ ടു ഡെൽറ്റ NG RT എടുക്കാൻ പറ്റും. അത് നമുക്ക് ഫോർമുലയിൽ ആവശ്യം വരും. ഓക്കെ, ഇതെല്ലാം കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ നടക്കുന്ന റിയാക്ഷൻ ആണെന്ന് ആലോചിക്കുക. ഓക്കെ, ആ ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുക്കും. അതാണ് ഇവിടെ ചെയ്തത്. ഈ ഡെൽറ്റ വി ഈക്വൽ ടു ഡെൽറ്റ NG RT കിട്ടി. നമുക്കറിയാം ഡെൽറ്റ യു ഈക്വൽ ടു യു പ്ലസ് ഡബ്ല്യു ആണ്. അല്ലെങ്കിൽ ഡെൽറ്റ യു ഈക്വൽ ടു യുവിന് പകരം ഇവിടെ കോൺസ്റ്റന്റ് പ്രഷർ നടക്കുന്നുണ്ട് ഡെൽറ്റ എച്ച് ഇടാം. അതിന് പകരം പിന്നെ വർക്ക് ഡണ്ണിന് പകരം -P ഡെൽറ്റ വി ഇടാം.
മൈനസ് പി ഡെൽറ്റ വിക്ക് പകരം ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വിക്ക് പകരം പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. കാരണം നമ്മൾ പി ഡെൽറ്റ വി അപ്പുറത്ത് പോകുമ്പോൾ സൈൻ മാറും. അതാണ് ഇവിടെ തന്നേക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഓക്കെ, അത്രയേ ഉള്ളത് പറയാം. ഇനി നമുക്ക് പറയാനുള്ളത് എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്നാണുള്ളത്. In thermodynamics, a distinction is made between extensive properties and intensive properties. And the extensive property is a property whose value depends on the quantity of substance of matter present in the system. അല്ലേ? അപ്പം എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? അപ്പൊ നമ്മളൊരു സാധനം, ഒരു സബ്സ്റ്റൻസിന്റെ ഒരു പ്രോപ്പർട്ടി പറയുമ്പോൾ ആ പ്രോപ്പർട്ടി എത്ര സബ്സ്റ്റൻസ് ഉണ്ടോ ഇല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പ്രോപ്പർട്ടി അല്ലേ, ആ സബ്സ്റ്റൻസിന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് മാസ് എന്ന് പറയുന്നത്. മാസ്, വോളിയം, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ പറയുന്നത്. കാരണം നമുക്കറിയാം മാസ്, ഫോർ എക്സാമ്പിൾ എടുക്കുക, മാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൂടുതൽ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ മാസ് കൂടുതലായിരിക്കും, കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ മാസ് കുറവായിരിക്കും. വോളിയം അത് തന്നെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പ്രോപ്പർട്ടി, അതാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇനി അതല്ല, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടികളെ, അതിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടികളെ നമ്മൾ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ടെമ്പറേച്ചർ, ഡെൻസിറ്റി, പ്രഷർ. നമുക്കറിയാം ഇപ്പൊ 100 ഡിഗ്രിയിൽ നമ്മളിപ്പം 5 ഗ്രാം സബ്സ്റ്റൻസ് എടുക്കുന്നു, 100 ഗ്രാം സബ്സ്റ്റൻസ് എടുക്കുന്നു. രണ്ടിനെയും ടെമ്പറേച്ചർ എന്താ? അവിടെ 100 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ? അപ്പൊ അതിന് എത്ര എമൗണ്ട് സബ്സ്റ്റൻസ് ഉള്ളതെന്ന് ആ ടെമ്പറേച്ചറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ടെമ്പറേച്ചർ, ഡെൻസിറ്റി, പ്രഷർ എല്ലാം ഇന്റൻസീവ് പ്രോപ്പർട്ടി. പിന്നെ ചില പ്രോപ്പർട്ടീസ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് നമ്മൾ എമൗണ്ട് എന്താണ് യൂണിറ്റ് എമൗണ്ട് സബ്സ്റ്റൻസിനെ വെച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇന്റൻസീവ് ആവാറുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ തന്നേക്കുന്ന ഹൈ എം എന്നാണ് തന്നേക്കുന്നത്. വെറും ഹൈ എന്നിട്ടാലും നമുക്കറിയാം അതെന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്നാണ് അതിന്റെ പ്രോപ്പർട്ടിയാണ്. പക്ഷെ ഹൈ എം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ഒരു മോൾ സബ്സ്റ്റൻസിന്റെ ആണ് കാണിക്കുന്നത്. അപ്പൊ ഒരു മോൾ സബ്സ്റ്റൻസ് നമ്മൾ എത്ര പ്രോപ്പർട്ടി, എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ എടുത്താലും ഒരു മോളിന്റെ ഉള്ള ക്വാണ്ടിറ്റിയാണ് ഈ ഹൈ എം എന്ന് പറയുന്നത്. അപ്പൊ അത് എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിലും ഹൈ എം എന്ന് പറയുന്നത് ഒരു മോളിന്റെ ആണ്. അപ്പൊ അത് മാറത്തില്ല. അപ്പൊ അതാണ് ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത നമുക്ക് നോക്കാം. അതേപോലെ തന്നെ മോളാർ വോളിയം. വോളിയം എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ആണ്, പക്ഷെ മോളാർ വോളിയം എന്ന് പറയുന്നത് ഇന്റൻസീവ് ആണ്. ഹീറ്റ് കപ്പാസിറ്റി, മോളാർ ഹീറ്റ് കപ്പാസിറ്റി, അത് രണ്ടും വേറെയാണ്. അപ്പം അത് എന്തൊക്കെ കപ്പാസിറ്റി ഒക്കെ നമ്മൾ പിന്നീട് പറയും, ആ സമയത്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, ഈ ഇന്റൻസീവ് എക്സ്റ്റെൻസീവ് തമ്മിൽ ഡിഫറൻസ് ഇവിടെ ഒരു ക്യൂബോർഡ് എടുത്ത് വെച്ചിരിക്കുന്നു. അതിനകത്ത് ഒരു ഗ്യാസ് നിറച്ച് വെച്ചിരിക്കുന്നു. വി വോളിയം, ടി ടെമ്പറേച്ചറിലുള്ള ഗ്യാസ്. എന്നിട്ട് ആ കണ്ടെയ്നറിനെ അവർ കറക്റ്റ് ഹാഫ് ആക്കുന്നു. അപ്പൊ കറക്റ്റ് ഹാഫ് ആക്കുമ്പോഴെന്താണ് അവിടുത്തെ ഓരോ ഭാഗത്തെയും ഓരോ ഹാഫിലെയും വോളിയം എന്ന് പറയുന്നത്, ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് കറക്റ്റ് പകുതി V/2 ആവും. പക്ഷെ ടെമ്പറേച്ചർ എപ്പോഴെപ്പോൾ എന്ത് തന്നെയാണ്? ടി ടെമ്പറേച്ചർ തന്നെയാണ്. അപ്പൊ അവിടുത്തെ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. കാരണം നമ്മൾ ആ കണ്ടെയ്നറിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോഴും വോളിയം സ്പ്ലിറ്റ് ആയി അതേപോലെ, പക്ഷെ ടെമ്പറേച്ചർ അപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടാണ്. കാരണം അത് എമൗണ്ട് സബ്സ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്. ഇനി നമുക്ക് പറയാനുള്ളത് ഹീറ്റ് കപ്പാസിറ്റിയെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു സിസ്റ്റത്തിന് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും നമുക്കറിയാം. അല്ലെങ്കിൽ നമുക്കറിയാം എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് പറയുന്നത് ഇല്ലേ, എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ അല്ലേ. ടെമ്പറേച്ചർ എത്ര കൂടുന്ന അതിനനുസരിച്ച് നമുക്ക് അതിന് അത്രയും ഹീറ്റ് അത് അബ്സോർബ് ചെയ്യുന്നു നമുക്കറിയാം അല്ലേ. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ടേം ആണ് ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ളത്. Q ഈക്വൽ ടു ക്യാപിറ്റൽ സി ആണ്, ക്യാപിറ്റൽ സി ഡെൽറ്റ ടി. ഇപ്പൊ ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റി ആണ്. The coefficient C is called the heat capacity. Thus we can measure the heat supplied by monitoring the temperature rise provided we know the heat capacity. ഇപ്പൊ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി അറിയാമെങ്കിൽ എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു നമുക്ക് ജസ്റ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് എത്ര ഉണ്ടെന്ന് നോക്കി പറയാം.
നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? യൂണിറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചറിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഹീറ്റ് ആണ് എന്ത് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഡെഫിനിഷൻ. ഡെൽറ്റ ടി വൺ നമ്മൾ എടുക്കുമ്പോൾ ഡെൽറ്റ ടി വൺ അല്ലേ എന്നുവെച്ചാൽ ഒരു ഡിഗ്രി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അതിന് കൊടുത്ത ഹീറ്റ്, അതിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മൾ ഹീറ്റ് കപ്പിന് ഈ സി കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സാധനം നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന് സ്മോൾ സി, 2 ക്യാപിറ്റൽ സി, 3 സി എം. ഇത് 3 തമ്മിലുള്ള വ്യത്യാസം എന്താ നമുക്ക് ആദ്യം പഠിക്കാം. സ്മോൾ സി എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സി എന്ന് പറയുന്നത് ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റി ആണ്. സി എം എന്ന് പറയുന്നത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ഈ 3 ടേം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ആദ്യം പഠിക്കാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മാസിന് നമ്മൾ 1 ഡിഗ്രി ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ട ഹീറ്റ് അല്ലേ. ചിലപ്പോൾ നമ്മൾ ഒരു യൂണിറ്റ് മാസ് നമ്മൾ 1 kg ആണ് എടുക്കുന്നതെങ്കിൽ 1 kg സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടാൻ വേണ്ടി നമുക്ക് കൊടുക്കേണ്ട ഹീറ്റ്, അതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇവിടെ യൂണിറ്റ് മാസിനുള്ളതാണെന്ന് ആലോചിച്ച് വെച്ചെടുക്കുക. പിന്നെ ഇവിടെ ഈ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു സബ്സ്റ്റൻസ്, ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ബോഡി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ബോഡിയുടെ എന്താണ്, ആ ബോഡിക്ക് ഒരു ഡിഗ്രി ഹീറ്റ് എന്താണ് ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഹീറ്റ്, അതാണ് ഹീറ്റ് കപ്പാസിറ്റി. അപ്പം ആ ബോഡിയുടെ മാസ് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ. അപ്പൊ ആ ബോഡിയുടെ മാസ് ഇൻറ്റു അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അതായിരിക്കും ആ ബോഡിയുടെ മൊത്തത്തിലുള്ള ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലെ. യൂണിറ്റ് മാസിന് വേണ്ട ഹീറ്റ് എന്താണ്, ഹീറ്റ് മാറ്റാൻ ഒരു ടെമ്പറേച്ചർ മാറ്റാൻ വേണ്ടുള്ള ഹീറ്റ് ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അത് ഇൻറ്റു അതിന്റെ ടോട്ടൽ മാസ്, അതായിരിക്കും ആ ബോഡിയുടെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി? മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മോൾ സബ്സ്റ്റൻസിന് 1 ഡിഗ്രി ടെമ്പറേച്ചർ ചേഞ്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഹീറ്റ്, അതാണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. അതിനെയാണ് നമ്മൾ സി എം കൊണ്ട് നോട്ട് ചെയ്യുന്നത്. ഈ 3 ടേംസ് നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, when C is large, capital C, അപ്പം heat capacity കുറിച്ചാണ് പറയുന്നത്. When C is large, a given amount of heat results in only small temperature rise. അപ്പം വലിയ വാല്യൂ ഓഫ് സി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അത്രയും വലിയ എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്താലേ 1 ഡിഗ്രി ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. അപ്പം വലിയ സി ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഒരുപാട് ഹീറ്റ് കൊടുത്താലും ടെമ്പറേച്ചർ റൈസ് കുറച്ചേ ഉണ്ടാകുള്ളൂ. Water has a large heat capacity, that is a lot of energy is needed to raise its temperature. അപ്പം വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വലുതാണ്, അതുകൊണ്ട് ഒരുപാട് ഹീറ്റ് കൊടുത്താൽ അതിന്റെ ടെമ്പറേച്ചർ കൊടുക്കും. C is directly proportional to the amount of substance. അപ്പൊ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് സി എന്ന് പറയുന്നത്. കാരണം എന്താ, നമുക്ക് പഠിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ സി ഈക്വൽ ടു എം ഇൻറ്റു സി ആണ്. ഇവിടെ ഈ മാസ് വരുന്നുണ്ട്. ഈ മാസ് എന്ന് പറയുന്നത് എന്താ, യൂണിറ്റ് മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ആണ്. അപ്പം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കൂടുന്ന അനുസരിച്ച് Recording stopped. Recording in progress. ഓക്കെ, അതാണ് സി എം ഈക്വൽ ടു സി ബൈ എൻ എന്ന് കൊടുത്തിരിക്കുന്നത്. എന്താണ് സി എം? മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആണ് അല്ലേ. ഒരു മോൾ സബ്സ്റ്റൻസിന്റെ ഹീറ്റ് കപ്പാസിറ്റിയാണ് നമ്മൾ മോളാർ ഹീറ്റ് കപ്പാസിറ്റി വിളിക്കും. ഓക്കെ, അതിന് ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഒരു മോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി അല്ലെങ്കിൽ 1 കെൽവിൻ ചേഞ്ച് വരുത്താൻ വേണ്ടി നമ്മൾ സപ്ലൈ ചെയ്യേണ്ട ഹീറ്റിനെയാണ് നമ്മൾ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. സ്പെസിഫിക് ഹീറ്റ് ഓൾസോ കോൾഡ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് സ്മോൾ സി വെച്ച് ഡിനോട്ട് ചെയ്യുന്നതാണ്. ഓൾസോ കോൾഡ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി is the quantity of heat required to raise the temperature of 1 unit mass of a substance by 1 degree. അപ്പോൾ ഒരു യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി അല്ലെങ്കിൽ 1 കെൽവിൻ ചേഞ്ച് വരുത്താൻ വേണ്ടി നമ്മൾ സപ്ലൈ ചെയ്യേണ്ട ഹീറ്റിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. For finding out the heat Q required to raise the temperature of the sample, we multiply the specific heat of the substance by the mass m and the temperature change. അപ്പൊ നമുക്ക് 1 ഡിഗ്രി ചേഞ്ച് നമ്മളൊരു Q ഹീറ്റ് ഒരു സബ്സ്റ്റൻസിന് കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് നമ്മൾ എത്ര ഉണ്ടായി നമുക്ക് എന്നാ അറിയാം? Q ഈക്വൽ ടു എന്തായിരിക്കും? അതിന്റെ ഫോർമുലയാണ് Q ഈക്വൽ ടു MC ഡെൽറ്റ T. ഓക്കെ, അല്ലെങ്കിൽ Q ഈക്വൽ ടു C ഡെൽറ്റ T. ഇവിടെ ഈ സി എന്ന് പറയുന്നത് ക്യാപിറ്റൽ സി ആണ്, അപ്പോൾ വലുതായിട്ട്
ഓക്കെ, ഈ ഫോർമുലേഴ്സ് ഒക്കെ നമുക്ക് ആവശ്യം വരുന്നതാണ്, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സി പി ആൻഡ് സി വി ഫോർ എൻ ഐഡിയൽ ഗ്യാസ്. അപ്പൊ സി പിയും സി വിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. അറ്റ് കോൺസ്റ്റന്റ് വോളിയം ദ ഹീറ്റ് കപ്പാസിറ്റി സി ഇസ് ഡിനോട്ടഡ് ബൈ സി. അപ്പൊ കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ സി വി വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ഹീറ്റ് കപ്പാസിറ്റിനെ നമ്മൾ സി പി വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതെന്താണ് ക്യൂ വി എന്ന് പറയുന്നത്? എന്താണ്? കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഹീറ്റ് നമ്മൾ കൊടുക്കുന്നു. ഹീറ്റിലുള്ള അതിന്റെ ഫോർമുലയാണ് എന്ത്? സി വി ഡെൽറ്റ ടി എന്ന് പറഞ്ഞേക്കും. കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ വർക്ക് ഡൺ 0 ആയിരിക്കും, ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു ആയിരിക്കും. പിന്നെ കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ഹീറ്റ് അത് സി പി ഡെൽറ്റ ടി എന്ന് എഴുതാം, അത് നമുക്ക് ഡെൽറ്റ എച്ച് എന്ന് എഴുതാം. ഓക്കെ, അപ്പം കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ക്യൂ പി ക്യൂ വി എന്ന് പറയുന്നത് സി വി ഡെൽറ്റ ടി ആണ്. അതാണ് ഡെൽറ്റ യു എന്ന് നമുക്ക് കിട്ടി. കാരണം വർക്ക് ഡൺ 0, ക്യൂ പി എന്ന് പറയുന്നത് സി പി ഡെൽറ്റ ടി അത് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ എച്ച് ആണ് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ഹീറ്റ് അതാണ് എൻതാൽപ്പി എന്ന് പറയുന്നത്. നമുക്കറിയാം ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ് അല്ലേ? അപ്പൊ നമ്മളിവിടെ ഈ സി പി സി വി റിലേഷൻ എടുക്കുന്ന അവിടെ ഐഡിയൽ ഗ്യാസിന്റെ കേസിലാണ് ആലോചിക്കുക. ഐഡിയൽ ഗ്യാസിന്റെ കേസിലാകുമ്പോൾ നമുക്കറിയാം പി ഡെൽറ്റ വി എന്ന് പറയുന്നത് ഡെൽറ്റ എൻ ആർ ടി ആണ് അല്ലേ? അതും കൂടി ഇവിടെ കൊടുക്കുന്നു. അപ്പൊ ആ മൂന്ന് സാധനങ്ങൾ ഇതും 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 കൂടെ നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ ഡെൽറ്റ യുവിന് പകരം നമുക്ക് എന്ത് എഴുതാം? സി വി ഡെൽറ്റ ടി എന്ന് എഴുതാം. അത് ഈക്വൽ ടു ക്യൂവിന് പകരം സി പി ഡെൽറ്റ ടി അല്ലെങ്കിൽ ക്യൂവിന് പകരം ഡെൽറ്റ എച്ച് ഇടുക. വർക്ക് ഡണ്ണിന് പകരം മൈനസ് പി ഡെൽറ്റ വി ഇടുക. മൈനസ് പി ഡെൽറ്റ വിക്ക് പകരം നമുക്ക് ഡെൽറ്റ എൻ ജി ആർ ടി ഇടാം. ഈ ഡെൽറ്റ എൻ ജി എന്ന് പറയുന്ന ഒരു മോൾ ഐഡിയൽ ഗ്യാസിന് വേണ്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു മോൾ ഐഡിയൽ ഗ്യാസ് നമ്മൾ എടുക്കുന്നെങ്കിൽ ഡെൽറ്റ എൻ ജി ആർ ടി നമുക്ക് അവിടെ 1 ആക്കി മാറ്റാം. ഇപ്പൊ എന്ത് വരും? സി വി ഡെൽറ്റ ടി ഈക്വൽ ടു സി പി ഡെൽറ്റ ടി മൈനസ് ആർ ടി എന്ന് വരും. ആർ ഡെൽറ്റ ടി എല്ലായിടത്തെയും ഡെൽറ്റ ടി നമുക്ക് കട്ട് ചെയ്യും. ഇവിടെ നമുക്ക് കിട്ടുന്ന ഫോർമുലയാണ് ഈ സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുല. അതാണ് ഇവിടെ തന്നത്. ഇത് നമുക്ക് പഠിക്കാനുള്ളത് മെഷർമെന്റ് ഓഫ് കലോറിമീറ്റർ. അപ്പം എൻതാൽപ്പി ചേഞ്ച് ഇന്റർണൽ ചേഞ്ച് ഒക്കെ നമുക്ക് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഇത് കലോറിമീറ്റർ എന്ന് പറയുന്നത്. ഈ കലോറിമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം വെച്ചാണ് നമ്മൾ ഈ ഡെൽറ്റ എൻതാൽപ്പി ചേഞ്ച് ഒക്കെ നമ്മൾ അളക്കുന്നത്. We can measure energy changes associated with chemical or physical process technique called calorimeter. ഇപ്പൊ എനർജി ചേഞ്ചസ് നമ്മളെല്ലാം കലോറിമീറ്റർ എന്ന് പറയുന്ന പ്രോസസ് വെച്ചാണ്, ടെക്നിക്ക് വെച്ചാണ് നമ്മൾ അളക്കുന്നത്. എന്താണ് കലോറിമീറ്റർ? In calorimetry, the process is carried out in a vessel called calorimeter, which is immersed in a known volume of a liquid. Knowing the heat capacity of the liquid in which calorimeter is immersed and the heat capacity of calorimeter, it is possible to determine the heat evolved in the process by measuring temperature changes. ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? നമുക്ക് കലോറിമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. മാത്രമല്ല ഈ കലോറിമീറ്റർ ഇറക്കി വെച്ചിരിക്കുന്നത് നമുക്കൊരു കണ്ടെയ്നറിൽ ലിക്വിഡ് ഉണ്ട്. ഈ ലിക്വിഡിനകത്താണ് നമ്മൾ ഈ കലോറിമീറ്റർ എന്ന ഉപകരണങ്ങൾ ഇറക്കി വെച്ചിരിക്കുന്നത്. കലോറിമീറ്റർ ഉണ്ട്, അതൊരു ലിക്വിഡും ഉണ്ട്. ഈ രണ്ട് സാധനങ്ങളുടെയും ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ അകത്ത് ഈ കലോറിമീറ്ററിനകത്ത് വെച്ചിട്ട് റിയാക്ഷൻ നമ്മൾ നടത്തുമ്പോൾ എന്താ ആ റിയാക്ഷൻ എന്താണ്? ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന വിചാരിക്കാം. ഓക്കെ, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ആ ഹീറ്റ് എവിടെയൊക്കെയാണ് പോകുന്നത്? ഒന്ന് കലോറിമീറ്ററിലും പോകും, രണ്ട് ലിക്വിഡിലും പോകും. അപ്പൊ കലോറിമീറ്ററിലും ലിക്വിഡിലും ഉണ്ടാവുന്ന ഈ എന്താണ് ടെമ്പറേച്ചർ ചേഞ്ച് വെച്ച് അതിന്റെ ഹീറ്റ് കപ്പാസിറ്റി നമുക്കറിയാം. അതിന്റെ ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ സി ആയിട്ട് എടുക്കുന്നു.
സി ഇൻറ്റു ഡെൽറ്റ ടി ടെമ്പറേച്ചർ ചേഞ്ച് നമുക്ക് എടുത്താലും അവിടെ എത്ര ഹീറ്റ് ലിബറേറ്റ് ആയി നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കലോറിമീറ്റർ വെച്ച് ഉണ്ടാകുന്ന എനർജി ചേഞ്ചസ് കണ്ടുപിടിക്കും. അപ്പൊ രണ്ട് കണ്ടീഷൻസിലാണ് മെഷർമെന്റ്സ് നടത്തുന്നത്. ഒന്ന് കോൺസ്റ്റന്റ് വോളിയത്തിലും രണ്ട് കോൺസ്റ്റന്റ് പ്രഷറിലും. കോൺസ്റ്റന്റ് വോളിയത്തിൽ നമ്മൾ മെഷർമെന്റ്സ് നടത്തി നമുക്കറിയാം കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ വർക്ക് ഡൺ 0 ആവും. അപ്പൊ അവിടെ ഉണ്ടാകുന്ന എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് മൊത്തം എന്താവുമായിരിക്കും? മൊത്തം അവിടുത്തെ ഇന്റേണൽ എനർജി ചേഞ്ച് ആണ്. അവിടുത്തെ ഹീറ്റ് മൊത്തം ഇന്റേണൽ എനർജിക്ക് വേണ്ടിയുള്ള ചേഞ്ച് ആയിരിക്കും. ഫോർ കെമിക്കൽ റിയാക്ഷൻ അപ്പൊ അത് ഡെൽറ്റ യു മെഷർമെന്റ്സ് അതാണ് കോൺസ്റ്റന്റ് വോളിയത്തിൽ ചെയ്യുന്നത്. ഫോർ കെമിക്കൽ റിയാക്ഷൻസ് ഹീറ്റ് അബ്സോർബ് കോൺസ്റ്റന്റ് വോളിയം ഈസ് മെഷേർഡ് ഇൻ എ ബോം കലോറിമീറ്റർ. കോൺസ്റ്റന്റ് വോളിയത്തിൽ നടത്തുന്ന റിയാക്ഷൻസ് ഒക്കെ എവിടെ നടത്തുന്നത്? ബോം കലോറിമീറ്റർ എന്ന് പറയുന്ന കലോറിമീറ്ററിലാണ് നടത്തുക. ഹിയർ എ സ്റ്റീൽ വെസൽ ഇസ് ഇമേഴ്സ്ഡ് ഇൻ എ വാട്ടർ ബാത്ത്. ദ ഹോൾ ഡിവൈസ് ഇസ് കോൾഡ് കലോറിമീറ്റർ. ഒരു സ്റ്റീൽ വെസലിൽ വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുന്നത് ആ മൊത്തത്തിലുള്ള അറേഞ്ച്മെന്റാണ് നമ്മൾ കലോറിമീറ്റർ വിളിക്കുന്നത്. The steel vessel is immersed in water bath to ensure that no heat is lost to the surroundings. ഈ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന എന്തിനാണ്? ഈ കലോറിമീറ്ററിൽ നിന്ന് ഹീറ്റ് ഒന്നും വെളിയിലേക്ക് പോകരുത്, സറൗണ്ടിങ്സിലേക്ക് പോകരുത്. അത് മൊത്തം ഈ വെള്ളം വലിച്ചെടുക്കും. A combustible substance is burnt in pure dioxin supplied in the steel bomb. ഈ സ്റ്റീൽ ബോംബിനകത്ത് നമ്മൾ സബ്സ്റ്റൻസ് നമുക്ക് വേണ്ട സബ്സ്റ്റൻസ് നമ്മൾ ഓക്സിജൻ പ്രഷറിൽ കമ്പഷൻ നടത്തുന്നു. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് മൊത്തം ആര് വലിച്ചെടുക്കുന്നു? ഒന്ന് കലോറിമീറ്റർ വലിച്ചെടുക്കും, രണ്ട് നമ്മൾ സ്റ്റീൽ വെസലും വലിച്ചെടുക്കും, അതിന് ചുറ്റുമുള്ള വെള്ളവും വലിച്ചെടുക്കും. കലോറിമീറ്റർ ഇവിടെ ബോംബ് കലോറിമീറ്ററിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ? അത് സീൽഡ് ആണ്. അതുകൊണ്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്ന കോൺസ്റ്റന്റ് വോളിയത്തിലാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് എനർജി ചേഞ്ച് മൊത്തം നമ്മൾ ഇന്റേണൽ എനർജിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറയും. അപ്പൊ അതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്. ഈ രണ്ടാമത് ഡെൽറ്റ എച്ച് മെഷർമെന്റ്സ്. ഡെൽറ്റ എച്ച് മെഷർമെന്റ്സ് നമ്മൾ എപ്പോഴാണ് നടക്കുന്നത്? നമ്മൾ കോൺസ്റ്റന്റ് പ്രഷറിൽ ആണ് എല്ലാം ഇത് പറയുന്നത് നമ്മൾ പറഞ്ഞത്. കോൺസ്റ്റന്റ് പ്രഷറിൽ ഡെൽറ്റ എച്ച് മെഷർമെന്റ് നടത്തുന്നത് അതിപ്പം കണ്ടെയ്നർ അപ്പം എന്താണ്? ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നർ ആയിരിക്കും, ഓപ്പൺ കണ്ടെയ്നർ ആയിരിക്കും. അപ്പോഴായിരിക്കും കോൺസ്റ്റന്റ് പ്രഷറിൽ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ നമുക്ക് എച്ച് നടത്താൻ പറ്റും. മെഷർമെന്റ് ഓഫ് ഹീറ്റ് ചേഞ്ച് കോൺസ്റ്റന്റ് പ്രഷർ ജനറലി അണ്ടർ അറ്റ്മോസ്ഫിയർ പ്രഷർ ക്യാൻ ബി ഡൺ ഇൻ കലോറിമീറ്റർ. ഇതാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓപ്പൺ ആയിട്ടുള്ള ഒരു വെസലാണ്. അകത്ത് നമ്മൾ റിയാക്ഷൻ മിക്സർ ഉണ്ട്, വെളിയിൽ ഫോം പോളിസ്റ്റൈറീൻ കപ്പ് ഉണ്ട്, സ്റ്റൈറിൻ കപ്പ് ഉണ്ട്, തെർമോമീറ്റർ ഉണ്ട്. അകത്ത് വെച്ച് റിയാക്ഷൻ നടത്തുന്നു. അല്ലെ, എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. എൻഡോതെർമിക് റിയാക്ഷനിൽ ക്യൂവും ഡെൽറ്റ എച്ച് രണ്ടും പോസിറ്റീവ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കലോറിമീറ്ററിനെ കുറിച്ച് പറയാം. അടുത്ത നമുക്ക് പറയാനുള്ളത് എൻതാൽപി ചേഞ്ച്, ഡെൽറ്റ എച്ച് ഓഫ് റിയാക്ഷൻ എൻതാൽപി. അതെന്താ നമുക്ക് പറയാനുള്ളത്? In a chemical reaction, reactants are converted into products and is represented by reactants. ഒരു റിയാക്ഷൻ നമ്മൾ പറയുന്നതാണ് എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? റിയാക്ടന്റ് gives products. എൻതാൽപി ചേഞ്ച് അക്കോമ്പനിങ് റിയാക്ഷൻ ഇസ് കോൾഡ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതുമായിട്ട് അനുബന്ധപ്പെട്ട് ഉണ്ടാകുന്ന എൻതാൽപി ചേഞ്ചിന് അതിനെയാണ് നമ്മൾ റിയാക്ഷൻ എൻതാൽപി എന്ന് പറയുന്നത്. The enthalpy change of a chemical reaction is given by the symbol delta RH. ഒരു റിയാക്ഷന്റെ എൻതാൽപിയെ നമ്മൾ റിയാക്ഷൻ എൻതാൽപി എന്ന് പറഞ്ഞു. അതിന് ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ ഡെൽറ്റ ആർ വെച്ചാണ്. ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു സം ഓഫ് എൻതാൽപീസ് ഓഫ് പ്രൊഡക്ട്സ് മൈനസ് സം ഓഫ് എൻതാൽപീസ് ഓഫ് റിയാക്ടൻസ്. അപ്പം പ്രൊഡക്ട്സിന്റെ എല്ലാ പ്രൊഡക്ട്സിന്റെ എൻതാൽപി മൈനസ് എല്ലാ റിയാക്ടന്റെയും എൻതാൽപി. അതാണ് എന്ത് ഒരു റിയാക്ഷന്റെ എൻതാൽപി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു ഫോർമുല. സിഗ്മ എന്ന് പറയുന്നത് എല്ലാം കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി എ എന്ന് പറയുന്നത് സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ്, പിന്നെ എൻ്റെ എച്ച് എന്ന് പറയുന്നത് എൻതാൽപി. നെക്സ്റ്റ് നമ്മൾ ഇവിടെ തന്നേക്കുന്നതാണ് CH4+2O2. ഇപ്പം ഇത് എന്റെ കമ്പഷൻ റിയാക്ഷൻ തന്നേക്കുന്നത്. അത് രണ്ടും നമുക്ക് എന്തായിരുന്നു? കമ്പഷനിലൂടെ നമുക്ക് CO2H2 കിട്ടി. അപ്പൊ ഡെൽറ്റ ആർ എച്ച് റിയാക്ഷൻ എന്തായിരിക്കും? ഇവിടെ തന്നേക്കുന്നത് CO2ന്റെ മോളാർ എൻതാൽപി പ്ലസ് 2 മോളാർ എൻതാൽപി ഓഫ് H2O മൈനസ് CH4 മോളാർ എൻതാൽപി പ്ലസ് 2 മോളാർ എൻതാൽപി ഓഫ് O2. എല്ലാത്തിന്റെയും സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഡിഫറൻസ് എടുക്കുന്നത്. അത് ശ്രദ്ധിക്കുക.
അടുത്ത പറയാനുള്ളത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. അപ്പൊ എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി കണ്ടീഷൻസ് അണ്ടർ വിച്ച് റിയാക്ഷൻ ഇസ് കാരിഡ് ഔട്ട്. അപ്പൊ നമുക്ക് ഒരു റിയാക്ഷൻ നമുക്ക് പല കണ്ടീഷൻസിലും പല എൻതാൽപ്പീസ് ആയിരിക്കും ഒരു റിയാക്ഷൻ ഉള്ളത് അല്ലേ. ഇപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി റിയാക്ഷൻ എപ്പോഴാണ് പറയുന്നത്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇത് എൻതാൽപ്പി ചേഞ്ച് ഫോർ റിയാക്ഷൻ വെൻ ഓൾ പാർട്ടിസിപ്പേറ്റിംഗ് സബ്സ്റ്റൻസ് ആർ ഇൻ ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേജ്. അപ്പം ആ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന എല്ലാ സബ്സ്റ്റൻസും എല്ലാ റിയാക്ടൻസും അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ പറയുന്നത്. The standard state of a substance at a specified temperature is its pure form at 1 bar. അപ്പൊ എന്താണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ? എന്താണ്? എല്ലാ പാർട്ടിസിപ്പൻസും അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ റിയാക്ട് ചെയ്യുമ്പോൾ എൻതാൽപ്പി ചേഞ്ചസിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിന് 1 ബാർ പ്രഷറിൽ ആ സബ്സ്റ്റൻസ് ഏത് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ നമ്മൾ 1 ബാർ പ്രഷറിൽ നമുക്കറിയാം വാട്ടർ ലിക്വിഡ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ലിക്വിഡ് ഫോമിൽ വാട്ടർ ഒരു റിയാക്ഷനിൽ പങ്കെടുത്ത് ആ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് നമുക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത് ലിക്വിഡ് എത്തനോൾ അറ്റ് 298 എന്താണ്? പ്യൂർ ലിക്വിഡ് എത്തനോൾ ആണ്. പിന്നെ അയൺ എന്ന് പറയുന്നത് 1 ബാർ പ്രഷറിൽ നമുക്കറിയാം സോളിഡ് ആണ്. അപ്പം നമ്മുടെ ചുറ്റുമുള്ള കാണുന്ന സാധനങ്ങൾ നമ്മൾ 1 ബാർ പ്രഷറിലാണ് ജീവിക്കുന്നത് അല്ലേ, അറ്റ്മോസ്ഫിയർ പ്രഷറിൽ. ആ പ്രഷറിൽ ഉള്ള സാധനങ്ങളുടെ സ്റ്റേറ്റ് അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ. ആ സ്റ്റേറ്റിൽ തന്നെ റിയാക്ഷൻസ് നടക്കുമ്പോഴാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻസ് പറയുന്നത്. അടുത്ത പറയാനുള്ളത് എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിംഗ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ. ഒരു ഫേസിൽ നിന്ന് വേറൊരു ഫേസിലേക്ക് പോകുമ്പോൾ ഉള്ള എൻതാൽപ്പി ചേഞ്ചസിനെ കുറിച്ചാണ് ഈ പറയാനുള്ളത്. ഫേസ് ട്രാൻസ്ഫോർമേഷൻസ് ഓൾസോ ഇൻവോൾവ് എനർജി ചേഞ്ചസ്. Ice, for example, requires heat for melting. Normally, this melting takes place at constant pressure, and during phase change, temperature remains constant. അപ്പം ഒരു മോൾ ഐസ് 1 മോൾ ലിക്വിഡ് വാട്ടർ ആകുമ്പോൾ ഉള്ള എൻതാൽപ്പി ചേഞ്ച് അതിന് നമ്മൾ എന്താണ് എൻതാൽപ്പി ചേഞ്ച് ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതിന്റെ നമുക്ക് വാല്യൂ കൊണ്ട് തന്നിട്ടുണ്ട് 6 കിലോ ജൂൾ പെർ മോൾ ആണ്. അപ്പോൾ ഒരു മോൾ ഐസ് 1 മോൾ ലിക്വിഡ് വാട്ടർ ആവാൻ വേണ്ട എനർജിയാണ് 6 കിലോ ജൂൾ. ഓക്കെ. The enthalpy of fusion is the standard state. ഇനി വാട്ടർ ഫ്രീസ് ചെയ്താൽ എന്താവും? നേരെ തിരിച്ചുള്ളതായിരിക്കും. ഇപ്പൊ അവിടെ എൻതാൽപ്പി ഓഫ് അവിടുത്തെ എൻതാൽപ്പി എടുത്തായിരിക്കും നേരെ തിരിച്ചുള്ള വാല്യൂ ആയിരിക്കും. ഇങ്ങനെ ആലോചിക്കാം, ലിക്വിഡ് വാട്ടർ അപ്പൊ ഐസ് ആവാൻ എന്ത് വേണം? ഐസ് ആകുമ്പോൾ ഇത്ര എനർജി ലിബറേറ്റ് ചെയ്യും. അവിടുത്തെ ഡെൽറ്റ എച്ച് നടക്കും -6 കിലോ ജൂൾ പെർ മോൾ ആയിരിക്കും. നേരെ തിരിച്ചുള്ള ആലോചിക്കുക, ഒരു മോൾ ഐസ് 1 മോൾ വെള്ളം ആവാൻ 6 കിലോ ജൂൾ വേണം. അപ്പൊ വെള്ളം തിരിച്ച് ഐസ് ആകുമ്പോൾ എന്താ അത്ര എനർജി അത് ലിബറേറ്റ് ചെയ്യും. അപ്പൊ നേരെ അത് ആ ഒരു ലോജിക്ക് ഉണ്ടാവണം. ഓക്കെ. The enthalpy change that accompanies melting of 1 mole of a solid substance in standard state is called the standard enthalpy fusion or molar enthalpy of fusion. ഇപ്പോൾ 1 മോൾ സബ്സ്റ്റൻസ് അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റില് സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവാൻ വേണ്ടിയുള്ള എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എൻതാൽപ്പി എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, ഈ മോളർ എൻതാൽപ്പി ഫ്യൂഷൻ എന്ന് പറയുന്നത്. മെൽറ്റിംഗ് ഓഫ് എ സോളിഡ് എൻഡോതെർമിക് ആണ്. സോ ഓൾ എൻതാൽപ്പീസ് ഓഫ് ഫ്യൂഷൻ ആർ പോസിറ്റീവ്. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഇസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പൊ പല സാധനങ്ങളുടെ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ വേപ്പറൈസേഷൻ. അപ്പൊ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്തായിരിക്കും? 1 മോൾ സബ്സ്റ്റൻസ് അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസിയസ് സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ട എൻതാൽപ്പി ചേഞ്ചിന് അതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാത്തിനും കുറെ സബ്സ്റ്റൻസിന്റെ എൻതാൽപ്പി ഫ്യൂഷനും വേപ്പറൈസേഷൻ അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ ടെമ്പറേച്ചർ ഓഫ് ഫ്യൂഷനും മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ് അതാണ് തന്നിരിക്കുന്നത്, TF-ഉം TB-യും. ഓക്കെ. എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷന്റെ ഡെഫിനിഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ഡെൽറ്റ എച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ SUB H എന്നാണ്. ഇസ് എൻതാൽപ്പി when 1 mole of a solid substance sublimes at constant temperature and under standard pressure. അപ്പം കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും സ്റ്റാൻഡേർഡ് പ്രഷറിലും ഇതാണ് 1 ബാർ പ്രഷറിലും 1 മോൾ സോളിഡ് ഡയറക്ട്ലി ചേഞ്ച് ഇൻടു ഗ്യാസ് ആകുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി സബ്ലിമേഷൻ വിളിക്കുന്നത്. അപ്പൊ എല്ലാം മെയിൻ സാധനങ്ങളൊക്കെ അത് തന്നെ, പക്ഷെ എല്ലാം സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലും കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും സ്റ്റാൻഡേർഡ് പ്രഷറിലും ആണ് നമ്മൾ എടുക്കുന്നുള്ളൂ. എല്ലാത്തിനും ഡെഫിനിഷൻ ജസ്റ്റ് അറിയും. പിന്നെ ഇവിടെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല.
പിന്നെ പല സാധനങ്ങളുടെയും സ്റ്റാൻഡേർഡ് മോളാർ എന്തൽപീസ് ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ചും ഇത് തന്നിട്ടുണ്ട്. എന്താണ് സ്റ്റാൻഡേർഡ് എന്തൽപി ഓഫ് ഫോർമേഷൻ? The standard enthalpy change for the formation of one mole of a compound from its elements in their most stable states of aggregation. It is called a standard molar enthalpy. അല്ലെ, ഒരു മോൾ സബ്സ്റ്റൻസ് ഉണ്ടാവാൻ വേണ്ടിയുള്ള എന്തൽപി ചേഞ്ച് ആണ് നമ്മൾ ഷോർട്ട് ആയിട്ട് പറഞ്ഞത്. അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഉള്ള ആറ്റംസിൽ നിന്ന് അതിന്റെ ഒരു മോൾ സബ്സ്റ്റൻസ് ഉണ്ടാവാൻ വേണ്ട എന്തൽപി, അതാണ് എന്തൽപി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ ഫോർമേഷൻ സമയത്ത് എന്താണ് നമ്മൾ ഉണ്ടാകുന്ന സാധനം റെഫറൻസ് സ്റ്റേറ്റിലായിരിക്കും. ഫോർ എക്സാമ്പിൾ തന്നിട്ടുള്ളത് റെഫറൻസ് സ്റ്റേറ്റ് ഓഫ് എലമെന്റ്സ് മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് അഗ്രിഗേഷൻ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 ബാർ. 25 ഡിഗ്രി സെൽഷ്യസിൽ 1 ബാർ പ്രഷറിലുള്ള സബ്സ്റ്റൻസിന്റെ സ്റ്റേറ്റ് ആണ് നമ്മൾ റെഫറൻസ് സ്റ്റേറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമേഷൻ പറയുന്നത് എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ ഇവിടെ ഡൈഹൈഡ്രജൻ തന്നിട്ടുണ്ട്. രണ്ട് ഹൈഡ്രജൻ ആറ്റം കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നു അറ്റ് 25 ഡിഗ്രീസ് ആൻഡ് 1 ബാർ പ്രഷർ. ഇതിന് വേണ്ട എന്തൽപി ചേഞ്ച് ആയിരിക്കും സ്റ്റാൻഡേർഡ് എന്തൽപി ഫോർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ O2 ഗ്യാസ് ഇതേപോലെ ഉണ്ടാവാം. പിന്നെ കാർബണിന്റെ റെഫറൻസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഓരോന്നിന്റെയും റെഫറൻസ് സ്റ്റേറ്റുകൾ അറിയാം. അതേപോലെ സൾഫറിന്റെ റോംബിക് സൾഫർ ആണ്. അതിന്റെ എല്ലാം റെഫറൻസ് സ്റ്റേറ്റിൽ വെച്ചാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് എന്തൽപി ഫോർമേഷൻ പറയുന്നത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതിവിടെ പലതിനും തന്നിട്ടുണ്ട്. ആദ്യം വാട്ടറിന്റെ H2 ഹാഫ് O2 രണ്ടും ഗ്യാഷ്യസ് ഫോമില് റിയാക്ടൻസും പ്രോഡക്ട്സും രണ്ടും റെഫറൻസ് സ്റ്റേറ്റിലായിരിക്കും. ഹൈഡ്രജനും ഓക്സിജനും റെഫറൻസ് സ്റ്റേറ്റ് 25 ഡിഗ്രി സെൽഷ്യസിൽ ഗ്യാസ് ആണ്. അതിൽ നിന്ന് ഒരു മോള് വാട്ടർ ഉണ്ടായി ലിക്വിഡ് സ്റ്റേറ്റ്. അതിന് ഡെൽറ്റ എച്ച് ഫോർമേഷൻ ആണ് ഇത് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പറയാനുള്ളത് തെർമോകെമിക്കൽ ഇക്വേഷനെ പറ്റിയാണ്. A balanced chemical equation together with the value of its delta RH is called a thermochemical equation. ഇപ്പൊ എന്താണ് ഒരു കെമിക്കൽ പ്രോസസ്സിൽ നമ്മൾ ഇക്വേഷൻ എഴുതുന്നു, അതിന്റെ കൂടെ അതിന്റെ റിയാക്ഷന്റെ എന്തൽപി സ്റ്റാൻഡേർഡ് എന്തൽപി ഓഫ് റിയാക്ഷൻ അതിനെയാണ് നമ്മൾ തെർമോകെമിക്കൽ ഇക്വേഷൻ. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് എത്തനോൾ കമ്പഷൻ തന്നിട്ടുള്ളത്. എത്തനോൾ പ്ലസ് 3CO2 gives 2CO2 plus 3H2O കൂടെ നമ്മൾ കൂടെ എഴുതിയാൽ നമ്മൾ അതിനെ തെർമോകെമിക്കൽ ഇക്വേഷൻ നമുക്ക് വിളിക്കാം. The above equation describes the combustion of liquid ethanol at constant temperature and pressure. The negative sign of enthalpy change. അപ്പൊ നെഗറ്റീവ് സൈൻ തന്നേക്കുന്നത് എന്തിനാണ്? അതൊരു എക്സാതെർമിക് റിയാക്ഷൻ ആണ് കാണിക്കാൻ വേണ്ടി. It would be necessary to remember the following conventions regarding thermochemical equations. ഇപ്പൊ തെർമോകെമിക്കൽ ഇക്വേഷൻസ് എഴുതുമ്പോൾ നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണ്? കോഎഫിഷ്യന്റ്സ് ഇൻ എ ബാലൻസ് തെർമോകെമിക്കൽ ഇക്വേഷൻ റിഫർ ടു ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ ദി റിയാക്ഷൻ. അപ്പൊ നമ്മൾ തെർമോകെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ അതിന് കൂടെ നമ്മൾ കോഎഫിഷ്യന്റ്സ് എഴുതുമ്പോൾ എന്താണ്? അത് മോളിക്യൂൾസിനല്ല ഡിനോട്ട് ചെയ്യുന്നത്, നമ്പർ ഓഫ് മോൾസിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോഴറിയാം. The numerical value of delta RH refers to the number of moles of substance specified by an equation. The standard enthalpy change delta RH will have units as kilojoule per mole. നമ്മൾ ഡെൽറ്റ ആർഎച്ചിന്റെ വാല്യൂ എഴുതുമ്പോൾ എന്താണ്? ആ ഡെൽറ്റ ആർഎച്ചിന്റെ വാല്യൂ നമുക്ക് ഒരു മോൾ സബ്സ്റ്റൻസിന്റെ ആണ് കാണിച്ചേക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ ആണെന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് വേണ്ടി ഒരു ഇക്വേഷൻ കൂടെ തന്നിട്ടുണ്ട്. Fe2O3 plus 3H2 gives 2Fe plus 3H2. ഇതൊരു റിയാക്ഷൻ ആണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിലുള്ള എല്ലാ സാധനത്തിന്റെയും എന്തൽപി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. എന്തൽപി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് -285.83 ആണ്. ഫോർമേഷൻ Fe2O3 എന്ന് പറയുന്നത് -824.2 ആണ്. പിന്നെ Feയും H2 അതെന്താണ്? രണ്ടും സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ള റെഫറൻസ് സ്റ്റേറ്റിലുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ 0 ആക്കി എടുക്കുന്നു. ഇപ്പൊ ഈ റിയാക്ഷന്റെ എന്തൽപി ഫോർമേഷൻ ഇപ്പൊ എന്താവും? എന്താണ്? എന്തൽപി ഫോർമേഷൻ ഓഫ് പ്രൊഡക്ട്സ് മൈനസ് എന്തൽപി ഫോർമേഷൻ ഓഫ് റിയാക്ടൻസ് ആയിരിക്കും. അതിന്റെ കൂടെ നമ്മൾ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ്സ് ഇടാൻ മറക്കരുത്. അപ്പം വാട്ടറിന്റെ × 3 മൈനസ് Fe2O3യുടെ × 1 വരും. അപ്പൊ അത് വരുമ്പോൾ ഇവിടെ -33.3 വരും.
അപ്പൊ നമുക്കിവിടെ പറയാമെന്ന് വെച്ചാൽ ഈ പാരഗ്രാഫ് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ റിയാക്ഷനിൽ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഇങ്ങനെ എഴുതിയതുകൊണ്ടാണ് ഇതിന്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ കിട്ടിയത് അല്ലെ. എല്ലാത്തിന്റെ ഡെൽറ്റ എച്ച് ഫോർമേഷൻ നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ആ കോഎഫിഷ്യൻസ് ഇട്ട് നമുക്ക് പറയാം. പക്ഷേ ഈ ഇക്വേഷൻ തന്നെ നമുക്ക് വേറെ രീതിയിൽ ബാലൻസ് എഴുതാൻ പറ്റും. അതെങ്ങനെ എഴുതുന്ന ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഹാഫ് Fe2O3 പ്ലസ് 3/2H2 യൂസ് Fe പ്ലസ് 3/2H2O ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്ത്. അപ്പൊ അങ്ങനെ ബാലൻസ് ചെയ്ത് എഴുതിയാൽ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് മാറി അല്ലേ. അപ്പൊ അങ്ങനെ മാറുമ്പോ എന്തായി, അങ്ങനെ മാറുമ്പോൾ അവിടുത്തെ ഡെൽറ്റ എച്ച് അവിടുത്തെ മാറി. അപ്പൊ അത് പറയുന്നത് എന്തിനാണ്, ഒരു ഡെൽറ്റ എച്ച് എന്ന് പറയുന്ന ഒരു എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റിയാണ്. കാരണം എത്ര റിയാക്ട് ചെയ്യുന്നോ അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് എന്നുള്ളത്. ഓക്കെ. പിന്നെ കെമിക്കൽ ഇക്വേഷൻ ഇസ് റിവേഴ്സ്, ദ വാല്യൂ ഓഫ് ഡെൽറ്റ ആർ എച്ച് ഇസ് റിവേഴ്സ് ഇൻ ടൈം അല്ലേ. ഒരു റിയാക്ഷൻ നമുക്ക് ഫോർവേഡ് നടത്താണെങ്കിൽ റിവേഴ്സ് നടത്താൻ പറ്റുമെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോർവേഡും ബാക്ക്വേർഡ് നടത്താൻ പറ്റും. അപ്പോൾ ഫോർവേഡിനുള്ള നമുക്ക് എൻതാൽപ്പി ചേഞ്ച് തന്നിട്ടുണ്ട്, അതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ അതിന്റെ റിവേഴ്സ് പ്രോസസ് നടക്കുമ്പോൾ എന്തായിരിക്കും, എൻതാൽപ്പി ചേഞ്ച് വാല്യൂ സെയിം ആയിരിക്കും, ന്യൂമറിക്കൽ വാല്യൂ സെയിം ആയിരിക്കും, പക്ഷെ സൈൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോതെർമിക് റിയാക്ഷൻ അതായിരിക്കും വ്യത്യാസം. അപ്പൊ അതിന്റെ എക്സാമ്പിൾ അവിടെ തന്നിരിക്കുന്നത് N2 + 3H2NH3 ഉണ്ടാകുന്ന ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഡെൽറ്റ ആർ എച്ച് -91.8 ആണ്. പക്ഷെ അതിന്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണ്, അമോണിയ ഡീകമ്പോസ് ചെയ്ത് N2 3H2 ഉണ്ടാകുന്ന ഒരു എൻഡോതെർമിക് റിയാക്ഷൻ. കണ്ടോ, വാല്യൂ സെയിം ആണ് പക്ഷെ സൈൻ മാറി. നമുക്ക് പറയാനുള്ളത് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷനെ പറ്റി. എന്താണ് ഹെസ്സസ്? We know that enthalpy is a state function. Enthalpy ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. Therefore, the change in enthalpy is independent of the path between initial state and the final state. ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് enthalpy ചേഞ്ച് എന്ന് പറയുന്നത്. അതിനിടയിലൂടെ എത്ര റിയാക്ഷൻ ഉണ്ടെന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. In other words, enthalpy change for a reaction is the same whether it occurs in one step or in a series of steps. ഇപ്പോൾ ഒരു റിയാക്ഷൻ നമുക്ക് ഒരു സ്റ്റെപ്പിൽ നടത്തുന്നോ അല്ലെങ്കിൽ കുറെ സ്റ്റെപ്പിൽ നടത്തുന്നോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. enthalpy ചേഞ്ച് ഒരു റിയാക്ഷൻ അത് അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിനെ ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നത്. This may be stated as follows in the form of Hess's law. Hess's law എന്താണ് പറയുന്നത്? If a reaction takes place in several steps, then its standard reaction enthalpy is the sum of the standard enthalpies of the intermediate reactions into which the overall reaction may be divided at the same temperature. ഇപ്പൊ നമുക്ക് ആലോചിക്കാം, നമുക്കൊരു റിയാക്ഷൻ എ ബി ആണെന്നൊരു റിയാക്ഷൻ. ഓക്കെ, എക്ക് ആണെങ്കിൽ സി ആയി, ഡി ആയി, പിന്നെ ബി വരും. ഓക്കെ, നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, നമുക്ക് എ ടു സി ഒരു എൻതാൽപ്പി ചേഞ്ച് ഉണ്ടായി H1 ഡെൽറ്റ H1, സി ടു ഡി ഒരു ഡെൽറ്റ H2, ഡി ടു ബി ഒരു ഡെൽറ്റ H3 ഉണ്ടായെന്ന് വിചാരിക്കാം. ഓക്കെ, എ ടു ബിയുടെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ H4 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് പറയുന്നത് ഹെസ്സസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഡെൽറ്റ H4ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3 ആയിരിക്കും ഞാൻ പറയുന്നത്. എത്ര സ്റ്റെപ്പിൽ നടന്നു എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനിഷ്യൽ ഫൈനൽ സ്റ്റേറ്റും സെയിം എന്താണ്, രണ്ട് പ്രോസസ്സിന് സെയിം ആണെങ്കിൽ ആ പ്രോസസ്സിന് വേണ്ടി ഉണ്ടായ രണ്ടിന്റെ എൻതാൽപ്പി ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതാണ് ഇൻ ഷോർട്ട് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഫോർ എക്സാമ്പിൾ, കാർബൺ പ്ലസ് ഗ്രാഫൈറ്റ് പ്ലസ് ഹാഫ് CO ഒരു റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമുക്ക് അറിഞ്ഞൂടാ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി റിയാക്ഷൻ നമുക്ക് അറിഞ്ഞൂടാ. Although CO is the major product, some CO2 gas is always produced in this reaction. Therefore, we cannot measure enthalpy change for the above reaction directly. നമുക്ക് ഈ റിയാക്ഷനിൽ CO ആണ് മെയിൻ പ്രൊഡക്റ്റ് എങ്കിലും കുറച്ച് CO2 ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രോസസ്സിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് enthalpy of reaction നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. However, if we can find some other reactions involving related species, it is possible to നമുക്ക് ഇതേപോലെ ഈ സെയിം റിയാക്ടൻസ് പ്രോഡക്റ്റ് ഉണ്ടാകുന്ന വേറെ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റിയാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, കാർബൺ O2 CO2 ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ, എന്നിട്ട് കാർബൺ മോണോക്സൈഡും O2 കമ്പൈൻ ചെയ്ത് CO2 ഉണ്ടാകുന്ന റിയാക്ഷൻ. ഓക്കെ, നമുക്ക് ഇവിടെ രണ്ട് റിയാക്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഗ്രാഫൈറ്റിൽ നിന്ന് CO2 ഉണ്ടാകുന്ന റിയാക്ഷൻ 1 കൊടുത്തു, കാർബൺ മോണോക്സൈഡിൽ നിന്ന് CO2 ഉണ്ടാകുന്ന റിയാക്ഷൻ നമുക്ക് 2 കൊടുത്തു. നമ്മൾ ഈ സെക്കൻഡ് റിയാക്ഷനെ റിവേഴ്സ് ചെയ്യാം. അപ്പൊ റിവേഴ്സ് ചെയ്യുമ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് റിയാക്ഷൻ എങ്ങനെ എഴുതാം? CO2 gives CO gas plus half O2 gas അല്ലേ.
അപ്പൊ അതിന് ഡെൽറ്റ ആർ എച്ച് എന്ത് വരും? നമ്മൾ പഠിച്ചു ബാക്ക്വേർഡ് പ്രോസസ്സിന് നമ്മൾ നേരെ സൈൻ മാറ്റിയാൽ മതി. 283 കിലോ ജൂൾ പെർ മോൾ വരും അല്ലേ? ഇനി നോക്കാം, ഇത് നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ 3 എന്ന് കൊടുക്കും. നമ്മൾ 1ഉം 3യും കൂടെ ആഡ് ചെയ്യാന്ന് വിചാരിക്കും. ഫസ്റ്റ് റിയാക്ഷനും സെക്കൻഡ് റിയാക്ഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മൾ നോക്കാം, നമ്മൾക്ക് ഇങ്ങനെയാ വരിക. C+O2 plus CO2 gives CO2 plus CO plus O2 ഇങ്ങനെ വരും. അപ്പൊ നോക്കുക, നമുക്ക് റിയാക്ഷൻ പ്രോസസ് നോക്കുമ്പോൾ ഇവിടെ രണ്ട് സൈഡിലും CO2 ഉണ്ട്. അപ്പൊ CO2 നമുക്ക് കട്ട് ചെയ്യും. ഇവിടെ ഒരു ഹാഫ് O2 ഉണ്ട്. ഈ ഹാഫ് O2 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഹാഫ് ഇടാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഈ റിയാക്ഷൻ നമുക്ക് C plus half O2 gives CO എന്നുള്ളൊരു റിയാക്ഷൻ കിട്ടി. അപ്പൊ നമുക്ക് എന്താണ്, രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കുന്ന രണ്ട് റിയാക്ഷനിൽ നിന്ന് നമുക്ക് മൂന്നാമതൊരു റിയാക്ഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റി അല്ലേ? അതിൽ നിന്ന് നമുക്ക് എന്താണ്, അവർ രണ്ടുപേരുടെ എൻതാൽപ്പിയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഈ റിയാക്ഷനുള്ള എൻതാൽപ്പിയും കിട്ടും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റിന്റെ എൻതാൽപ്പി എന്തായിരിക്കും? ഈ ഡെൽറ്റ എച്ച് ആർ എച്ച് എന്തായിരിക്കും? -393.5 കിലോ ജൂൾ പ്ലസ് 283 കിലോ ജൂൾ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആയിരിക്കും ഈ റിയാക്ഷന്റെ എൻതാൽപ്പിക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. നോക്കൂ, അത് -110.5 കിലോ ജൂൾ. അപ്പൊ അങ്ങനെ റിയാക്ഷൻസ് നമുക്ക് ഡയറക്ട്ലി കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ വേറെ ഒരു റിയാക്ഷൻസ് നടത്തി നമുക്ക് ഒരു റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇൻസ്റ്റോവിന്റെ ഒരു ആപ്ലിക്കേഷൻ പറയുന്നത്. പിന്നെ വേറൊരു ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നു, 2-3 സ്റ്റെപ്പിൽ നടക്കും. ഒരു സ്റ്റെപ്പിൽ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ച് 2-3 സ്റ്റെപ്പിൽ നടക്കുന്ന ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എൻതാൽപ്പീസ് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ആദ്യം സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ, അത് നമ്മൾ ഡെൽറ്റ എച്ച് പി എച്ച് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് ഡെൽറ്റ എക്സ്? കമ്പഷൻ റിയാക്ഷൻസ് ആർ എക്സോതെർമിക് എക്സ്. ദീസ് ആർ ഇമ്പോർട്ടന്റ് ഇൻഡസ്ട്രിയൽ ഒക്കെ. ഇപ്പൊ എന്താണ് കമ്പഷൻ റിയാക്ഷൻസ് എക്സോതെർമിക് ആണെന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ? This is defined as the enthalpy change per mole of a substance when it undergoes combustion and all the reactions and products being the standards. ഇപ്പൊ ഒരു മോൾ സബ്സ്റ്റൻസിന്റെ കമ്പഷൻ നടക്കുന്നു, മാത്രമല്ല എല്ലാ പ്രൊഡക്ട്സും റിയാക്ടൻസും അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു റിയാക്ഷനിൽ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കുക്കിംഗ് ഗ്യാസ്, അത് ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ കമ്പഷൻ നടക്കുന്നു, എല്ലാം സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നു, സ്പെസിഫൈഡ് ടെമ്പറേച്ചറിലാണ് നടക്കുന്നത് റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡെൽറ്റ എച്ച് സി എന്ന് പറയുന്നത് -2658, അതാണ് അവിടുത്തെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ പറയുന്നത്. ഒരു മോൾ നമുക്ക് വേണ്ട സാധനത്തിന്റെ കമ്പഷൻ നടക്കുമ്പോൾ അത് ഒരു മോൾ ആയിരിക്കും നമ്മൾ ആലോചിക്കുക. അതാണ് ഇപ്പൊ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ ഗ്ലൂക്കോസിന്റെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്താണ്? ഒരു മോൾ ഗ്ലൂക്കോസിന്റെ കമ്പഷൻ നടത്തുന്നു, അപ്പൊ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് അത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ പറയുന്നത്. ഓക്കെ, അടുത്ത് പറയാനുള്ളത് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. എന്താണ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ? നമുക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ ഗ്യാസിൽ 2 ഹൈഡ്രജൻ ആയിട്ട് നമുക്ക് എന്താണ് H2 മോളിക്യൂളിലെ 2 ഹൈഡ്രജൻ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ആ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട എൻതാൽപ്പി ചേഞ്ച് അല്ലേ? അതിനാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്ന് പറയുന്നത്. We can see that hydrogen atoms are formed by breaking HH bonds in dihydrogen. Okay, അപ്പോൾ ഡൈഹൈഡ്രജനിലെ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് പൊട്ടിച്ച് 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടായി. എൻതാൽപ്പി ചേഞ്ച് ഈസ് പ്രോസസ് നോൺ ആസ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. ഈ പ്രോസസ്സിന് വേണ്ട എൻതാൽപ്പി തന്നെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു മോൾ ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ബോണ്ട് പൊട്ടിക്കാൻ വേണ്ടി വേണ്ട എൻതാൽപ്പി ചേഞ്ച്, അതിനെയാണ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്ന് വിളിക്കുന്നത്. In case of diatomic molecules like dihydrogen, the enthalpy of atomization also the bond dissociation. അപ്പോൾ diatomic molecules ആണ് എന്താണ് H2, N2 അല്ലേ? അതുപോലെയുള്ള മോളിക്യൂൾസ് ആകുമ്പോൾ എന്താ അവരുടെ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ തന്നെയാണ് എൻതാൽപ്പി ഓഫ് ഡിസോസിയേഷൻ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് അല്ലേ? കാരണം ബോണ്ട് പൊട്ടിക്കാൻ അവിടെ സെയിം എൻതാൽപ്പി തന്നെയാണ് വരുന്നത്. പക്ഷേ പോളി അറ്റോമിക് മോളിക്യൂൾസ് വരുമ്പോഴാണ് എന്താണ് 2-ലധികം ആറ്റംസ് ഉള്ള മോളിക്യൂൾസ് വരുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ CH4
CH4 നമുക്കറിയാം 4 CH സിംഗിൾ ബോണ്ട് ഉണ്ട്. പക്ഷേ ഓരോ CH ബോണ്ട് പൊട്ടിക്കാനുള്ള എൻതാൽപ്പി എന്ന് വെച്ചാൽ എന്താണ് വേറെ വാല്യൂ ആണ്. ഫോർ എക്സാമ്പിൾ ആ മീൻ ബോണ്ട് എൻതാൽപ്പിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം. അപ്പൊ നമുക്ക് തൽക്കാലം എങ്ങനെ കളിക്കാം, CH4ന്റെ സിയും 4 ഹൈഡ്രജൻ ആക്കാൻ വേണ്ടിയുള്ള എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ 1665 ആണ്. പിന്നെ ഇവിടെ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ സോഡിയം ഗ്യാസ് ആക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷനാണ് ഉണ്ടായ സോഡിയം നല്ല സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ് ഗ്യാസ് ഫേസിൽ. ഇവിടുത്തെ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ 108.4 kJ/mol. ഈ കേസിൽ പക്ഷെ എന്താണ് സോളിഡ് ഡയറക്ട്ലി ഗ്യാസ് ആവാണ് ചെയ്തത്. അപ്പൊ അവിടെ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷനും എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷനും ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആണ്. അതാണ് അവിടെ തന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ബോണ്ട് എൻതാൽപ്പിയെ കുറിച്ചാണ്. എന്താണ് ബോണ്ട് എന്തൽപ്പി? Chemical reactions involve the breaking and making of chemical bonds. Energy is required to break a bond. Energy is placed when a bond is formed. അത് നമുക്കറിയാം, കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ബോണ്ടുകളും പകരുകയും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഒരു ബോണ്ട് പൊട്ടിക്ക് എനർജി വേണം, ബോണ്ട് ഉണ്ടാകുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. It is possible to relate heat of reaction to changes in energy associated with breaking and making of chemical bonds. അപ്പൊ നമുക്കിവിടെ പഠിക്കേണ്ട രണ്ട് ടേംസ് മെയിൻ സാധനങ്ങൾ ഇതാണ്: ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയും മെയിൻ ബോണ്ട് എൻതാൽപ്പി. ഇത് നമ്മളുടെ ഡിഫറൻസ് എന്താണെന്ന് പറയാമല്ലോ. അപ്പൊ നമ്മൾ രണ്ട് കേസ് പറയാം. ഒന്ന് ഡൈഅറ്റോമിക് മോളിക്യൂൾസും പോളിഅറ്റോമിക് മോളിക്യൂൾസ്. ഡൈഅറ്റോമിക് മോളിക്യൂൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഹൈഡ്രജൻ പോലെയുള്ള ഡൈഅറ്റോമിക് മോളിക്യൂൾസിൽ എന്താണ് ഒറ്റ ബോണ്ടേ ഉള്ളൂ, ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട്. അപ്പൊ ആ കേസിൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി തന്നെയാണ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഇവിടെ ഒറ്റ ഹൈഡ്രജൻ ബോണ്ട് പൊട്ടിക്കാനുള്ള മതി. പക്ഷേ അതേപോലെ അതിന്റെ വേറെ എക്സാമ്പിൾസ് ആണ് Cl2O2 എന്നൊക്കെ പറയുന്നത്. ഇവിടെ എല്ലാം ആ കേസ് സെയിം ആണ്. പക്ഷെ പോളിഅറ്റോമിക് മോളിക്യൂൾസ് ആണ്. ഫോർ എക്സാമ്പിൾ CH4 എന്ന് പറയുന്നത്. അതിന്റെ നമ്മൾ മൊത്തത്തിലുള്ള എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ നമ്മൾ പറഞ്ഞ എത്ര 1665 kJ/mol പറഞ്ഞു അല്ലേ. കാർബൺ CH4 മോളിക്യൂളിൽ എല്ലാ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് എന്നാണ്, സെയിം ലെങ്ത് ആണ്, സെയിം ബോണ്ട് സ്ട്രെങ്ത് ആണ്, എല്ലാം നമുക്കറിയാം. പക്ഷേ ഓരോ CH ബോണ്ട് പൊട്ടിക്കാൻ വേണ്ടിയുള്ള എനർജി ഡിഫർ ചെയ്യും. കാരണം ആദ്യം CH4ൽ നിന്ന് CH3യും ഒരു ഹൈഡ്രജൻ ഗ്യാസും ഹൈഡ്രജൻ ആറ്റം ഉണ്ടാകാൻ വേണ്ടി +427 ആണ്. രണ്ടാമത്തെ ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത് എല്ലാ CH ബോണ്ട് ഈക്വൽ ലെങ്ത് ഈക്വൽ സ്ട്രെങ്ത് ഒക്കെ ആണെങ്കിലും നമ്മൾ ഓരോരോ ഹൈഡ്രജൻ ആറ്റമായിട്ടാണ് ഇളക്കി വരുന്നത് സക്സസീവ് സ്റ്റെപ്പിൽ. അപ്പൊ എന്താണ് ഓരോ ഹൈഡ്രജൻ ഇളക്കുന്ന അനുസരിച്ച് എല്ലാ ഹൈഡ്രജൻ ഇളക്കുമ്പോഴും എന്താണ് അതിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി സെയിം അല്ല. എല്ലാ CH ബോണ്ട് പൊട്ടിക്കാൻ വേണ്ട എൻതാൽപ്പി എന്ന് പറയുന്നത് സെയിം അല്ല. അതാണ് ഇവിടെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ 4 ഹൈഡ്രജൻ പൊട്ടിക്കുമ്പോഴും 4 എൻതാൽപ്പി ചേഞ്ച് ആണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയാണ് നമ്മൾ മീൻ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. എന്നൊരു ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെന്താണ് മീൻ ബോണ്ട് എൻതാൽപ്പി പറയുന്നത്? നമ്മൾ ഇപ്പൊ CH4ന്റെ കേസിൽ 4 CH ബോണ്ട് പൊട്ടിക്കാൻ വേണ്ടി 4 എൻതാൽപ്പീസ് ആണ്. അതിനെല്ലാം കൂടെ ആവറേജ് നമ്മൾ എടുക്കുന്നു. അതാണ് മീൻ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ CH4ലെ CH ബോണ്ടിന്റെ 4 CH ബോണ്ട് ഉണ്ടെങ്കിലും നമ്മൾ എല്ലാ ബോണ്ടും പൊട്ടിച്ചിട്ട് അതിന്റെ മീൻ എടുത്താണ് ഒരു CH ബോണ്ടിന്റെ എൻതാൽപ്പി എന്ന് പറയുന്നത്. അതാണ് മീൻ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്തും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.